ജോർജ് കുട്ടിയുടെ മൂന്നാം വരവും മലയാളികൾ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചത് അല്ലേ. വലിയ ഹൈപ്പോടെയായിരുന്നു ദൃശ്യം 3 പ്രേക്ഷകരിലേക്ക് എത്തിയത്. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ വളരെ ചെറിയൊരു വേഷം ചെയ്ത ചിത്രത്തിൻ്റെ അവിര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച യുവതാരം ആരാണെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? എങ്കിൽ അത് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. താരമേന സിനിമയിൽ ചെറിയ സ്ക്രീൻ മാത്രമേ ലഭിച്ചിരുന്നുവെങ്കിലും അവിര എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞത് യുവനടൻ നിഖിൽ നായർക്കാണ്. അതാരാണെന്നറിയാമോ? കഥാപാത്രത്തിൻ്റെ പ്രകടനവും സ്ക്രീനിൽ പ്രസൻസും പ്രേക്ഷകരെ ശ്രദ്ധ പിടിച്ചു പറ്റിയതോടെ എല്ലാവരും താരത്തിൻ്റെ പശ്ചാത്തലം അന്വേഷിച്ച് കുടുംബ ബന്ധങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ചയാവുകയാണ്. വലിയ സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് നിഖിൽ എത്തുന്നത്. ആരാന്നറിയാമോ ഈ നിഖിൽ? മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്ര മോഹൻലാലിൻ്റെ സഹോദരിയായ സുജാത ബാലാജിയുടെ മകനാണ് നിഖിൽ. അപ്പോൾ വലിയ പാരമ്പര്യമാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. മോഹൻലാലിൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നിഖിൽ സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ടാണ് കേട്ടോ ഈ അഭിനയ രംഗത്തേക്ക് എത്താൻ ശ്രമിച്ചത്. അഭിനയത്തോടുള്ള താല്പര്യം തന്നെയാണ് സിനിമയിലേക്ക് നിഖിലിനെ എത്തിച്ചതെന്നാണ് ആരാധകരൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതിൽ വേറൊരു രസം അതല്ല, ദൃശ്യം 3 അവിര എന്ന കഥാപാത്രത്തിലൂടെ ലഭിച്ച ശ്രദ്ധ നിഖിലിനെ വലിയൊരു നിർണായകമായ വഴിത്തിരിവിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേറെ കമൻറ്റുകൾ ഇങ്ങനെ ട്രോളുന്നവരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അവിര നീ കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവിര വരുണിന് ഒരു കോട്ടായേനെ. എന്നാലും എൻ്റെ അവിര, നീയല്ലാതെ ആരെങ്കിലും ആ പ്രഭാകരൻ്റെ വാക്കും വിശ്വസിച്ച് ആ ചോരക്കണ്ണൻ സഹദേവൻ്റെ കൂടെ പോവോ? നിന്നെയും കൊണ്ട് ചോരക്കണ്ണൻ പോയത് കാര്യമായി, അല്ലെങ്കിൽ നിന്റെ ബോഡിയും തപ്പി വീട്ടുകാർ നടന്നേനെ. ദൃശ്യം 3 നിന്ന് രക്ഷപ്പെട്ടു, സാരമില്ല, അടുത്ത ദൃശ്യം 4 നിന്നെ എടുത്തോളാന്ന് ജോർജ് കുട്ടി. ജസ്റ്റ് എസ്കേപ്ഡ്. സാധാരണ അയാളുടെ പിള്ളേരെ തൊട്ടാൽ കൊന്നു കുഴിച്ചിടില്ല പതിവ്. നീയെ സൂക്ഷിച്ചോ, നിനക്കുള്ള കുഴിയും ജോർജ് കുട്ടി വെട്ടും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻറ്റുകൾ. എന്തായാലും ഒരു ദൃശ്യം 3 തുടർച്ചയുണ്ടാകുമെന്നുള്ള രീതി തന്നെയാണ് ആ സിനിമ ദൃശ്യം 3 അവസാനിക്കുന്നത്. ദൃശ്യം 3 തുടർച്ചയെ തന്നെ ദൃശ്യം 4 ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും ഇനി അടുത്ത ഭാഗത്തിനായി എന്തൊക്കെയായിരിക്കും അവർ കരുതി വെച്ചിരിക്കുന്ന സസ്പെൻസ്. ഏതായാലും ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ദൃശ്യം 3 വൻ വിജയത്തിന് ശേഷം എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം 4 ഒരു വൻ വിജയമായി തീരട്ടെ, ചർച്ചകളൊക്കെ നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു.